CPIM പാർട്ടി കോൺഗ്രസിൽ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് കേരളത്തിന്റെ വിമർശനം. കേന്ദ്രത്തിൽ രണ്ടാം നിര നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കൾ കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് ഉണ്ടായത്. ആശ, എമ്പുരാൻ, ഗാസ വിഷയങ്ങളും സമ്മേളനത്തിൽ ഉയർന്നു വന്നു. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് 6 പേർ പ്രായപരിധിയുടെ പേരിൽ ഒഴിയുമ്പോൾ ആര് പകരമായി എത്തുമെന്ന് ചോദിച്ചായിരുന്നു കേരളം വിമർശനം തുടങ്ങിയത്. EMS കാരാട്ടിനെയും യെച്ചൂരിയെയും ഉയർത്തിക്കൊണ്ടുവന്നതുപോലെ നിലവിലെ നേതൃത്വം ഒരാളെയും കൊണ്ടുവന്നില്ലെന്ന് കുറ്റപ്പെടുത്തി. ജഹാംഗീർപുരിയിൽ ബുൾഡോസറിന് മുന്നിൽ വൃന്ദ കാരാട്ട് കയറി നിന്നപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റു PB അംഗങ്ങൾ എവിടെയായിരുന്നുവെന്ന ചോദ്യവുമുണ്ടായി. ആശാസമരം, സ്വകാര്യ സർവകലാശാല ബില്ല്, ഭൂമി ഏറ്റെടുക്കൽ നയം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് കേരളത്തിന് പുറത്തു നിന്നുള്ള പ്രതിനിധികൾ പിണറായി സർക്കാരിനെ വിമർശിച്ചത്. സ്ത്രീകൾ നടത്തുന്ന സമരത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നേരിടേണ്ട രീതി ഇതല്ലെന്ന് പറഞ്ഞത് ആന്ധ്രയിൽ നിന്നുള്ള പ്രതിനിധി D. രാംദേവിയാണ്. സംഘപരിവാറിനെതിരായ കാര്യങ്ങൾ പരാമർശിക്കുന്നതിനിടെയാണ് ജെയ്സി തോമസ് എമ്പുരാനെ കുറിച്ച് പറഞ്ഞത്. ഗാസ ഐക്യദാർഢ്യവും പ്രതിനിധി സമ്മേളനത്തിലുണ്ടായി. റിപ്പോർട്ടർ മധുര.